ഇന്ന് ലോക പിതൃദിനം. ലോക മാതൃദിനം പോലെ സുപ്രധാനമാണ് ലോക പിതൃദിനവും. അമ്മയെപ്പോലെ അച്ഛനെയും സ്മരിക്കുവാനുള്ള അസുലഭ അമൂല്യ അവസരമാണ് ലോക പിതൃദിനം മൂലം നമുക്ക് ലഭിക്കുന്നത്. അച്ഛൻ എന്ന വാക്കിന് ഏതൊരാൾക്കും അവരുടേതായ അർത്ഥവ്യാപ്തിയും നിർവചനങ്ങളും ഉണ്ടാകും. എന്നാൽ അച്ഛനു പകരം മറ്റൊന്നില്ല. അതിനാൽ അച്ഛൻ്റെ കരുതലിനെ, പുണ്യത്തെ, ത്യാഗത്തെ അനുസ്മരിക്കുന്ന പിതൃദിനം അതിവിശിഷ്ടം തന്നെയാണ്. ഓരോ പിതാവും തൻ്റെ ചിന്തകളെയും പ്രവൃത്തികളെയും പരിശോധിച്ചു വിചിന്തനം നടത്തി കുടുംബത്തിനും സമൂഹത്തിനും മാർഗദീപമായി മാറാൻ തക്ക വിധം സ്വയം മാറേണ്ട ദിനം കൂടിയാണിത്. അച്ഛൻ്റെ വാത്സല്യം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടുക എന്നത് ഏതൊരാളുടെയും ഏതു മക്കളുടെയും ഒരു അനുഗ്രഹമാണ്. ഒരു പുരുഷായുസിൻ്റെ മുഴുവൻ ചിന്തയും വിയർപ്പും കുടുംബത്തിനായി ഹോമിച്ച് ഉരുകുമ്പോഴും അത് പുറത്തറിയിക്കാതെ തന്നെ ആശ്രയിക്കുന്നവരെ മുഴുവൻ താങ്ങി നിർത്തും അച്ഛന്മാർ. അതെ, അരയാൽ പോലെ സ്വന്തം കുടുംബത്തിനു മുകളിൽ പടർന്നു പന്തലിച്ചു നിൽക്കുന്ന ഒരു മഹാമേരുവാണ് അച്ഛൻ. ധാർമ്മിക മൂല്യങ്ങൾ സ്വന്തം മക്കൾക്ക് പകർന്നു നൽകുന്ന ദൈവത്തിൻ്റെ ആൾരൂപം. വളർന്നു വലുതാകുമ്പോൾ അച്ഛനെ പോലെയാകണമെന്ന് പിഞ്ചു കുഞ്ഞിൻ്റെ വാക്കിൽ നിറയുന്നത് അച്ഛനെന്ന റോൾ മോഡലാണ്. അച്ഛൻ ജീവിതത്തിൽ അനുവർത്തിക്കുന്ന മൂല്യങ്ങൾ അറിയാതെ മക്കളിലേക്കും പകർന്നിറങ്ങും. കുടുംബത്തോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ള, ധാർമ്മിക മൂല്യമുള്ള പുതുതലമുറയെ സൃഷ്ടിക്കാൻ അച്ഛനുള്ള പങ്ക് വളരെ വലുതാണ്. ഭാരതീയ തത്വചിന്തയിലൂടെ സ്വർണ്ണലിപികളിൽ കൊത്തിയ വാക്കുകളാണ് മാതാ, പിതാ, ഗുരു, ദൈവം എന്നത്. ഭൂമി എന്ന മാതാവിനെയും ചിന്തയും മനസ്സുമായ പിതാവിനെയും ബോധമെന്ന ഗുരുവിനെയും സാക്ഷാത്കാരമാണ് ദൈവസൃഷ്ടിയായ മനുഷ്യൻ. ചിന്തയും മനസ്സും ഒരിക്കലും കാണാൻ കഴിയാത്തതുപോലെ അച്ഛനെയും അച്ഛൻ്റെ ത്യാഗങ്ങളെയും ചിലപ്പോൾ നാം കാണാതെ പോകുന്നുണ്ട്. ആ മനസ്സും നാം അറിയാതെ പോകുന്നുണ്ട്. മക്കളുടെ വിജയത്തിനായി പരാതികളില്ലാതെ കഷ്ടപ്പാടുകൾ സ്വയം വഹിക്കുമ്പോൾ കുടുംബമെന്ന കരയിൽ നിന്ന് കഷ്ടപ്പാടെന്ന കയത്തിലേക്ക് ഇറങ്ങുന്ന അച്ഛനെ പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ പോകുന്ന സ്നേഹവും വാത്സല്യവും അമ്മയെയാണ് ഏൽപ്പിക്കുന്നത്. അതിൻ്റെ വിലയേറിയ ഒരു പങ്കാണ് അമ്മ തരുന്ന പ്രതിബന്ധങ്ങൾ. അലട്ടാതെ സ്നേഹത്തിൻ്റെ പാതിയെന്നും അച്ഛൻ്റെ കരുതലാണ്. അമ്മയുടെ സ്നേഹമെന്നും നമുക്ക് മറക്കാതിരിക്കാം. അച്ഛനെ സുഹൃത്തായി കാണുന്ന ഇന്നത്തെ കാലത്ത് മക്കളുടെ സ്വഭാവ രൂപീകരണത്തിലും ഒപ്പം നന്മയുടെ ചൂണ്ടുപലകയാകാനും അച്ഛന് കഴിയണം. എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്നത്തെ മക്കൾക്കുണ്ട്. മക്കളുടെ ആവശ്യവും അനാവശ്യവും കണ്ടറിഞ്ഞു വേണ്ട തിരുത്തലുകൾ നൽകാൻ സാധിക്കുമ്പോഴാണ് പിതൃത്വം ഉത്തരവാദിത്വപൂർണ്ണമാകുന്നത്. മക്കളുടെ സ്വപ്നങ്ങൾക്ക് തങ്ങളുടെ സ്വപ്നങ്ങളെക്കാൾ നിറമുണ്ടെന്ന് മനസ്സിലാക്കി അവരുടെ കഴിവിനും അഭിരുചിക്കും അനുസരിച്ച് ദിശാബോധം നൽകാനും അച്ഛന് കഴിയണം. മക്കൾക്കായി സ്വർഗലോകം തീർക്കാൻ നെട്ടോട്ടമോടുന്ന അച്ഛന് പലപ്പോഴും പക്ഷേ കുടുംബത്തോടൊപ്പം ചെലവിടാൻ സമയം കിട്ടുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ പങ്കുവയ്ക്കാൻ, അല്പമൊന്നു സ്നേഹിക്കാൻ അച്ഛൻ അടുത്തുണ്ടാകണമെന്ന് മക്കൾ ആഗ്രഹിക്കുമ്പോൾ മക്കൾക്കൊപ്പം ചെലവിടാൻ അച്ഛൻ സമയം കണ്ടെത്തണം. എന്നാൽ ഇന്നത്തെ സാമൂഹ്യ ചുറ്റുപാടിൽ ഇവയൊന്നും സാധ്യമാകണമെന്നില്ല എന്ന് വേണം പറയാനായിട്ട്. കാരണം 2 രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന അച്ഛനും അമ്മയും ഹോസ്റ്റലിൽ നിൽക്കുന്ന മക്കളും തമ്മിലുള്ള ആത്മബന്ധം എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ പല കുടുംബങ്ങളുടെ അവസ്ഥയെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. വ്യക്തിബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ഇന്നത്തെ സമൂഹത്തിൽ അച്ഛന് സുപ്രധാന പങ്കുവഹിക്കാനുണ്ട്. സാമൂഹ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന കണ്ണിയായ കുടുംബത്തിലെ ബന്ധങ്ങളുടെ ഈ ഇഴയടുപ്പത്തിൽ അച്ഛൻ നിറവേറ്റുന്ന കർത്തവ്യ നിർവഹണം മക്കൾക്ക് മാതൃകയാകണം. തൻ്റെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നുവെന്നത് ഓരോ കുട്ടിയും ശ്രദ്ധിക്കുമെന്നും അതുതന്നെയായിരിക്കും അവർ തങ്ങളുടെ മാതാപിതാക്കൾക്കും നൽകുന്നതെന്നും ആരും മറക്കരുത്. കാവൽക്കാരും സംരക്ഷകരുമാകേണ്ട അച്ഛന്മാർ തന്നെ പലപ്പോഴും ചിലയിടങ്ങളിലൊക്കെ ദുഷ്ടശക്തികളായി മാറുന്നുവെന്നത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ദുരവസ്ഥയാണ്. പിതൃത്വത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാതെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി അച്ഛനെന്ന പേരിനെ അശുദ്ധമാക്കുന്ന ധാരാളം ആളുകൾ, അതായത് കുറച്ച് പേരെങ്കിലും കഥകൾ അനുദിനം നമ്മുടെ കൺമുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്.
മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി സ്വന്തം ജീവിതം നശിപ്പിക്കുന്നതോടൊപ്പം തൻ്റെ കുടുംബത്തിൻ്റെയും മക്കളുടെയും ഭാവിയും ഇരുട്ടിലാക്കുന്ന ഒട്ടനവധി പിതാക്കന്മാരും ഇന്നത്തെ സമൂഹത്തിൽ ഉണ്ട്. റോൾ മോഡലായ അച്ഛൻ്റെ ദുർഗുണങ്ങളും മക്കളിലേക്ക് പകർന്നിറങ്ങിയാൽ തങ്ങളുടെ മക്കളുടെ ജീവിതം ഇരുളടഞ്ഞതായിരിക്കുമെന്ന് ഇത്തരം പിതാക്കന്മാർ ഒന്ന് ഓർക്കുന്നത് വളരെയധികം നല്ലതാണ്. പിതൃത്വത്തിൻ്റെ പവിത്രത മനസ്സിലാക്കി മാതൃകാപൂർണമായ ജീവിതം നയിക്കാൻ ഓരോ പിതാവും ശ്രദ്ധിക്കണം. സ്വാർത്ഥരായി മാറുന്ന ഇന്നത്തെ തലമുറയ്ക്ക് പങ്കുവയ്ക്കലിൻ്റെ സ്നേഹവും മധുരവും നിറയ്ക്കേണ്ട കടമയും പിതാക്കന്മാർക്കാണെന്ന് ആരും മറക്കാതിരിക്കാം. പഠനവും മത്സരവും മാത്രമാകാതെ ആത്മീയതയിലൂന്നിയ ജീവിതനിഷ്ഠകളും സ്നേഹത്തിൻ്റെ പാഠങ്ങളും മക്കൾക്ക് പകർന്നു നൽകണം. ആത്മവിശ്വാസമെന്ന കരുത്ത് ജീവിതത്തിൽ സ്വായത്തമാക്കാൻ ഇതിലൂടെ അവർക്ക് കഴിയും. അച്ഛൻ നൽകുന്ന പ്രോത്സാഹനവും പിന്തുണയും മക്കൾക്ക് വലിയ പ്രേരകശക്തിയാണ്. ജീവിതത്തിൽ ഉത്തുംഗ ശ്രേണിയിലെത്താനുള്ള ഊർജം അച്ഛൻ്റെ ചെറിയൊരു വാക്കിൽ നിന്ന് പോലും മക്കൾക്ക് ലഭിക്കും. എന്നും താങ്ങായും കരുതലായും ഊർജമായും ഒപ്പം നിൽക്കുന്ന അച്ഛൻ മക്കളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ്. അങ്ങനെയാകണം ഓരോ പിതാവും. ഏതു ന്യൂ ജനറേഷൻ ആയാലും അച്ഛനെന്നാൽ താങ്ങാണ്, തണലാണ്, കരുതലാണ്. ജീവിതത്തിലെ ഓരോ അംശവും കരുതൽ തരുന്ന അവർക്ക് അത് തിരികെ കൊടുക്കാനും മക്കൾക്ക് സാധിക്കണം. വാർദ്ധക്യത്തിലെ അച്ഛനെ തങ്ങളുടെ മകനായി കാണണം, ബഹുമാനത്തോടെ തന്നെ. നിങ്ങളെ കൈപിടിച്ചു നടത്തിയ വഴികളിലൂടെ അവരെ കൈപിടിച്ചു നടത്താൻ ചൊല്ലിത്തന്ന വാക്കുകൾ അവർക്കായി മടുപ്പില്ലാതെ സ്നേഹപൂർവ്വം തിരിച്ചു ചൊല്ലിക്കൊടുക്കാൻ നമുക്കാവണം. കാരണം അവരുടെ കൈ പിടിച്ചിട്ടാണ് നാം പിച്ചവെച്ച് നടന്നത്. അവരുടെ കൈകളിലാണ് ഭയമില്ലാതെ നാം ഉറങ്ങിയത്. അവരുടെ ത്യാഗമാണ് നമ്മളെ നാമാക്കിയത്. അവരുടെ സ്വപ്നമാണ് നമ്മുടെ ജീവിതം. തിരികെ ഒന്നും പ്രതീക്ഷിക്കാതെ അവർ നമുക്കായി ചെയ്ത നന്മകൾ പുണ്യമായി നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ പിതാവെന്ന മഹാചൈതന്യത്തെ നമിക്കാനാവണം. 1909 ഒരു മാതൃദിന സങ്കീർത്തനം ശ്രവിക്കുമ്പോഴാണ് പിതൃദിനത്തെക്കുറിച്ചുള്ള ആശയം വാഷിങ്ടണിലെ സൊണാര ഡോണിൻ്റെ ഉള്ളിൽ മിന്നിയത്. തൻ്റെ അച്ഛനെ ആദരിക്കാൻ ഒരു പ്രത്യേക ദിനത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് അവൾ കരുതി. 6ാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിനിടയിൽ മരണമടഞ്ഞ പ്രിയ ഭാര്യയുടെ ഓർമ്മകളുമായി കഴിഞ്ഞിരുന്ന അച്ഛൻ വില്യം സ്കട്ടിനോട് അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. 6 കുട്ടികളുമായി ഭാര്യയില്ലാതെ ഒറ്റയ്ക്ക് വാഷിങ്ടണിൽ ഒരിടത്ത് ഒരു കൃഷിയിടത്തിൽ കഴിഞ്ഞ സ്മാർട്ട് കാര്യങ്ങളൊക്കെ സ്മാർട്ടായി തന്നെ നോക്കിയിരുന്നു. സിംഗിൾ പാരൻ്റ് എന്ന ആശയം സാർവത്രികമാക്കുന്നതിനു മുമ്പ് 6 കുട്ടികളെ ഒറ്റയ്ക്ക് വളർത്തി വലുതാക്കുന്നതിൻ്റെ പൂർണ്ണ ചുമതല സ്മാർട്ട് ഏറ്റെടുത്തു. തങ്ങളെ അച്ഛൻ വളർത്തിക്കൊണ്ടു വന്നതിൻ്റെ പരിശ്രമങ്ങൾ സൊണാര തിരിച്ചറിഞ്ഞത് ഏറെ വളർന്നപ്പോഴാണ്. ധീരനും സ്നേഹസമ്പന്നനും നിസ്വാർത്ഥനുമായിരുന്ന അച്ഛനെ അവൾ ആരാധിച്ചു പോന്നിരുന്നു. ആ സ്മരണ നിലനിർത്തുന്നതിനാണ് 1910 അച്ഛൻ്റെ ജന്മദിനമായ ജൂൺ 19 പിതൃദിനമായി ആചരിക്കാൻ സൊണാര തീരുമാനിച്ചത്. 1924 പ്രസിഡന്റ് കാൽവിൻ കൂളിഡൻ്റ് ഇതിന് സാധ്യത നൽകി. 1966 പ്രസിഡന്റ് ലിൻഡൻ ജോൺസൺ ജൂൺ മാസത്തിലെ 3ാമത്തെ ഞായറാഴ്ച പിതൃദിനമായി ആചരിക്കാൻ ഔദ്യോഗിക സമ്മതം നൽകി. അങ്ങനെ ഇത് ലോകത്തിലെ ഒരു പ്രധാന ആചരണമായി മാറി.